Morning. Today let's study about various macroeconomic models and types of variables used in macroeconomics. Um, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു മാക്രോ എക്കണോമിക്സ് അതിൻ്റെ മീനിങ് നേച്ചർ സ്കോപ്പ് എക്സെട്ര. അതേപോലെ അതിൻ്റെ ഡിഫറൻസസ് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മളത് പറഞ്ഞതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിൽ പറയാതിരുന്നത്. അതും അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക. So this video explains the macroeconomic models and types of variables used in macroeconomics. So let's see the first. Okay, അത് നമുക്ക് ഒരു macroeconomic model എന്താണ് നോക്കാം. You have already studied the meaning of model or economic models in our first semester. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ മൈക്രോ എക്കണോമിക് മോഡൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഒരു മോഡൽ എന്താണെന്ന് പറഞ്ഞ ഒരു മൈക്രോ എക്കണോമിക് മോഡൽ എന്താണെന്ന് പറഞ്ഞ് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടതാണ്. സോ വി ക്യാൻ സേ മോഡൽ ഈസ് എ സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ഓഫ് റിയൽ വേൾഡ് സിറ്റുവേഷൻ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഷോസ് എ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എക്കണോമിക് വേരിയബിൾസ്. അപ്പം ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ മോഡൽസ്. അപ്പോൾ അത് ചിലപ്പം നോർമലി ദാറ്റ് റെപ്രസെൻറ്റ്സ് റിയൽ വേൾഡ് സിറ്റുവേഷൻ. എക്കണോമിക്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ തിയററ്റിക്കൽ കൺസ്ട്രക്ട് representing economic process by a set of variables and a set of logical and quantitative relationship between them. അപ്പം എക്കണോമിക്സിലേക്ക് നമ്മൾ വരുമ്പം ഒരു മോഡൽ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ഒരു തിയറി or it's a theoretical construct or it's a theoretical theory which is constructed on various relationships between two or more economic variables. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനെ തിയറിയാണ് നമ്മൾ എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. That normally represents the real world situation. For example, the relationship between price and demand, quantity demand. The relationship is it's true in real world situation also. There is an inverse relationship exists between price and quantity demand that we have already seen in our first semester. Okay. In other words, economic model is a simplified, often mathematical framework designed to illustrate a complex process. Okay. Normally it is represented by numbers or graph or equations, or it may be explained mathematically or statistically, or it can be even explained using verbally also. But so-called relationship stated in mathematical or graphical or etc. is not that shows an economic model. Okay. Now let's see the macroeconomic model. A macroeconomic model is a simplified representation of the economy, the whole economy. Simplified explanation of the relationship between various economic variables in the whole economy, or it's a systematic way of representing the behavior of aggregate variables like firms, households, governments, etc. അപ്പോൾ അവരുടെ ഒരു അഗ്രിഗേറ്റ് ക്യാരക്ടറാണ് നമ്മൾ മാക്രോ എക്കണോമിക് മോഡൽസ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേച്ചർ സ്കോപ്പെല്ലാം നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് മാക്രോ എക്കണോമിക്സ് നോർമലി എന്താണ് ഇത് അഗ്രിഗേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അഗ്രിഗേറ്റ് വേരിയബിൾസ് ആണ് പഠിക്കുന്നത്. അപ്പം ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി അഗ്രിഗേറ്റ് വേരിയബിൾസ് യൂസ് ഇൻ എക്കണോമിക്സ്. അപ്പം അതാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ. നൗ macroeconomic model is an analytical tool designed to describe the operations of the problems of economy of a country or region. ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയുടെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷനിങ് ആണ് ഇതിന് മൈക്രോ എക്കണോമിക് മോഡൽസിലൂടെ നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു
കൺസെപ്റ്റ് ഒരു എക്കോണമിയുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക് മോഡൽസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മൈക്രോ എക്കണോമിക് മോഡൽസ് മേ ബി യൂസ്ഡ് ടു clarify and illustrate the basic theoretical principles. They may be used to test, compare, and quantify different macroeconomic theories. They may be used to produce what if scenario, and they may be used to generate economic forecast. Okay, all these things shows that the model in macroeconomics is the theoretical construct that explains the relationship between various economic variables in its aggregate sense. ഇക്കോണമിയുടെ മൊത്തത്തിലുള്ള ഒരു, ഫോർ എക്സാമ്പിൾ ദ കൺസംഷൻ ഇൻ ആൻ എക്കോണമി ഓർ ദ ഇൻകം ജനറേഷൻ പ്രൊഡക്ഷൻ ഇൻ ആൻ എക്കോണമി, രാജ്യത്തെ പ്രൊഡക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, the relationship between total output and factors used for production, how factors influence in production. അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള അഗ്രിഗേറ്റ് വേരിയബിൾസ് ആണ് നമ്മൾ ഈ മാക്രോ എക്കണോമിക് മോഡൽസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സി ഇസ് എ ഫങ്ഷൻ ഓഫ് വൈ. സി എന്ന് കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. രാജ്യത്തിന്റെ ഇൻകം ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതൊരു മാക്രോ എക്കണോമിക് മോഡലാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഓൾസോ സ്റ്റഡി അബൌട്ട് വേരിയസ് വേരിയബിൾസ് യൂസ്ഡ് ഇൻ മാക്രോ എക്കണോമിക്സ്. അപ്പം മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് വേരിയബിൾസ് ഉപയോഗിക്കും. അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? those variables whose value do not depend upon any other variables. അല്ലെങ്കിൽ മറ്റു വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? those variables whose value depend on some other values of some other variables. അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി ഇസ് എ ഫങ്ഷൻ ഓഫ് വൈ. സി എന്ന് പറയുന്നത് കൺസംഷൻ, വൈ എന്ന് പറയുന്നത് ഇൻകം. അപ്പൊ കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ഒരു ഫങ്ഷനാണ്. നമ്മുടെ ഇൻകം കൂടുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ കൺസംഷനിലും മാറ്റമുണ്ടാകും. അപ്പം കൺസംഷൻ എപ്പോഴും ഇൻകത്തിന്റെ ഒരു ഫങ്ഷനാണ്. ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് കൺസംഷൻ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് കൺസംഷനാണ്. ബിക്കോസ് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. And independent variable is income. Income is not influenced. Consumption is not influencing income. നമ്മുടെ കൺസംഷൻ നമ്മുടെ ഇൻകത്തെ സ്വാധീനിക്കാറില്ല. നമ്മുടെ ഇൻകം ആണ് കൺസംഷനെ സ്വാധീനിക്കുന്നത്. So in this case, the consumption is dependent variable and income is independent variable. Okay. Now the second variables are second categorization is endogenous and exogenous variables. The variables which are internal to economic system is called endogenous variables. And endogenous variable is one whose value is determined within the model itself. It's also known as induced variables. Endogenous, okay. Exogenous variables are those variables which are external to the system. And exogenous variable is one whose value is determined outside the model, and it is also known as autonomous variables. Endogenous variables എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് ഒരു ഉദാഹരണം, ഒരു കമ്പനി ഒരു എന്താ എന്തെങ്കിലും ഒരു കമ്പനി, ഓക്കെ, ഒരു ടോയ്സ് മാനുഫാക്ചറിങ് കമ്പനി. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡഡ് ആണ്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, കപ്പാസിറ്റി, പ്ലാന്റ് കപ്പാസിറ്റി, അവൈലബിലിറ്റി ഓഫ് പവർ സപ്ലൈ, ദെൻ അതേപോലെ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ, ടെക്നോളജി, ദെൻ അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ്, അങ്ങനെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് കണ്ടീഷൻസ്, അങ്ങനെ അല്ലെങ്കിൽ
അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ആണ്. എക്സോജീനിയസ് എൻഡോജീനിയസ് വേരിയബിൾസ് എന്ന് പറയും വേരിയബിൾസ് വിതിൻ ദ സിസ്റ്റം ദാറ്റ് അഫക്ട് ദ പ്രൊഡക്ഷൻ. കമ്പനി ടോയ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് അവരുടെ എൻഡോജീനിയസ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ കമ്പനിക്കുള്ളിൽ അവരുടെ ടെക്നോളജി, അവരുടെ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അവൈലബിലിറ്റി, അവരുടെ പോളിസീസ്, പ്രൊഡക്ഷൻ പോളിസീസ്, മാർക്കറ്റിംഗ് പോളിസീസ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പോളിസീസ്, അവരുടെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി, മാനേജീരിയൽ എഫിഷ്യൻസി, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഈ പറയുന്ന വിതിൻ ദ സിസ്റ്റം, വിതിൻ ദ കമ്പനി ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് അതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വേരിയബിൾസ് ആർ കോമൺലി നോൺ ആസ് എൻഡോജീനിയസ്. They are within the system, internal to the system, internal. There, but at the same time, many other factors also influences the production of toys. For example, the government policies. ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസികൾ, ഇപ്പം ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരികയാണ്, ഇന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ടോയ്സ് വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യും. അതേപോലെ അവൈലബിലിറ്റി, മാർക്കറ്റബിലിറ്റി, അപ്പോൾ ആക്സസിബിലിറ്റി ടു ഇന്റർനാഷണൽ മാർക്കറ്റ്, അങ്ങനെയുള്ള ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കമ്പനിയുടെ ഔട്ട്സൈഡ് ദ കമ്പനി, അല്ലെ ഔട്ട്സൈഡ് ദ ഫങ്ഷനിങ് ഏരിയ. അപ്പം അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ അത് എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ആണ്. Then next is stock and flow variables. A stock is a quantity which is measurable at a particular point of time, and stock variable is one which has one time dimension, which has no time dimension, and it is described at a specific moment of time. For example, the volume of water contained in the lake at a point of time is a stock concept. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഈ ഫ്ലോ ഫ്ലോ കൺസെപ്റ്റോട് പറഞ്ഞതുപോലെ ഫ്ലോ വേരിയബിൾ, ഫ്ലോ is a variable is a quantity which is measured with reference to a period of time. A flow variable on the other hand has a time dimension, always expressed in a period of time. The volume of water flowing into or over some period of time is a flow concept. ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മളൊരു നദി, ഒഴുകുന്ന ഒരു നദി, അല്ലെ ഒരു ഒഴുക്കുള്ള ഒരു ജലാശയം, ഒരു നദി, ഓക്കെ, റിവർ. അപ്പോൾ ആ റിവറിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് ആ ഒരു സെക്കൻഡിൽ ആ നദിയിലുള്ള മൊത്തം ജലത്തിൻ്റെ അളവ്, അതൊരു സ്റ്റോക്കാണ്, ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു ആ ജലത്തിൻ്റെ അളവ്, അതൊരു സ്റ്റോക്ക് കൺസെപ്റ്റ്. ഇനി നമ്മൾ ആ നദിയിലൂടെ ഒരു ഒഴുകുന്ന ജലത്തിൻ്റെ അളവ്, അപ്പോൾ ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് പറയണത് നമുക്കൊരു പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഉള്ള സമയത്തിനിടയ്ക്ക് ആ നദിയിലൂടെ ഒഴുകിപ്പോയ ജലത്തിൻ്റെ അളവ്, ദാറ്റ് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ്. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു ടൈം പീരീഡിനുള്ളിലാണ് നമ്മളത് പറയുന്നത്. നമ്മൾ പറഞ്ഞു 9 മണി മുതൽ 10 മണി വരെ, ആ ഒരു സമയത്തിനുള്ളിലാണ് അതിൻ്റെ അകത്തെ ആ ഒരു ഇത് ഫ്ലോ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ്. ആൻഡ് അപ്പോൾ ഇതാണ് ഇപ്പോൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. ടൈം സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിലുള്ള ക്വാണ്ടിറ്റിയാണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമാണ് നമ്മളതിന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള പണം, ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണം, ഓക്കെ, എത്രയാണ്, അതൊരു സ്റ്റോക്കാണ്. ഇനി ഒരു 2 months ടൈം കൊണ്ട് നിങ്ങൾ കിട്ടുന്ന പണം, അതൊരു ഫ്ലോ കൺസെപ്റ്റാണ്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞ് നിങ്ങളുടെ കൈവശം ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, അതൊരു സ്റ്റോക്ക് കൺസെപ്റ്റ്. ഇനി ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, അതൊരു ഫ്ലോ കൺസെപ്റ്റാണ്. ഒരേ കൺസെപ്റ്റ് തന്നെ, അത് സ്റ്റോക്കും ആവാം ഫ്ലോവും ആവാം. ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ കണക്ഷൻ വിത്ത് ടൈം പീരീഡ്, ഇറ്റ് ക്യാൻ ബി സ്റ്റോക്ക്. If it is explained at a point of time, it is a stock concept. So ഇതാണ് ഇപ്പോൾ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്.
അപ്പം stock concept are very much interrelated. Stock and flow concept are interrelated. A stock can be of a flow concept to some other periods. So a stock in a particular moment can be a flow concept in some other periods. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ കൺസെപ്റ്റ്സിൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ്. മണി സപ്ലൈ, വെൽത്ത്, സേവിങ്, ഇൻവെന്ററീസ്, ക്യാപിറ്റൽ, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ ഒരു സ്റ്റോക്ക് കൺസെപ്റ്റ്, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പറയും. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് പ്രോസസ്, നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ തീരുന്നുണ്ട്, അതൊരു ഫ്ലോ കൺസെപ്റ്റ്. ഇൻകം, അതൊരു ദിവസം മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, അതൊരു ഫ്ലോ കൺസെപ്റ്റ്. സേവിങ്, എക്സ്പോർട്ട്, സെയിൽ, പ്രൊഡക്ട്സ്, ഇതൊക്കെ ഒരു കുറേ ഫ്ലോ കൺസെപ്റ്റുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ചോദിക്കുക, ഏതാണ് വെച്ചാൽ നമ്മൾ ഫോളോയിങ് ഈസ് സ്റ്റോക്ക് കൺസെപ്റ്റ്, നമുക്ക് ഫോളോയിങ് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ്, അങ്ങനെയൊക്കെ ചോദിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് nominal and real variables. Nominal variables and real variables. The value of a variable measured in current price is known as nominal or money variables, whereas the value of variable measured in base year price is known as real variable. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് റിയൽ ആൻഡ് നോമിനൽ വേരിയബിൾസ്. ഇപ്പോൾ നമ്മൾ ഒരു നമ്മുടെ കൈവശം ഉള്ള ഒരു എന്തെങ്കിലും കുറച്ച് മെറ്റീരിയൽസ്, അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് നമ്മളത് അസസ് ചെയ്യുമ്പോൾ അതൊരു നോമിനൽ വാല്യൂ, മണി വാല്യൂ ആണ്. അതിൻ്റെ യഥാർത്ഥ റിയൽ വാല്യൂ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, നമ്മളതിൻ്റെ ഒരു ബേസ് ഇയർ പ്രൈസ് വെച്ച് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എങ്കിലേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള ഒരു 100 രൂപ നോട്ട്, ആ 100 രൂപ നോട്ടിന് അതിൻ്റെ മണി വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, നോമിനൽ വാല്യൂ 100 രൂപ. പക്ഷെ അതിൻ്റെ റിയൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ യഥാർത്ഥ വാല്യൂ നമുക്ക് കണക്കാക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഒരു 10 വർഷം ടൈം നമ്മൾ എടുക്കുക. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 ഇയർ ടൈം എടുക്കുക. 10 വർഷം മുമ്പ് അതിനെന്തായിരുന്നു വാല്യൂ, അത് അതിൻ്റെ 10 വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഡിസ്കൗണ്ട് ഇറ്റ്. അപ്പോൾ ഒരു റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കൊണ്ട് നമുക്കത് ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ 10 വർഷത്തിന് മുമ്പുള്ള പ്രൈസിലേക്ക് ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂയിലേക്ക് ഇപ്പോഴത്തെ 100 രൂപയെ കൊണ്ടുവരണം. അതിന് നമ്മൾ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വെച്ച് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മണി വാല്യൂ എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യും, അത് മണി വാല്യൂ. ഇനി റിയൽ വാല്യൂ എന്ന് പറയുമ്പോൾ ദ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി അറ്റ് ബേസ് ഇയർ പ്രൈസ്. ബേസ് ഇയർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാന വർഷം വെച്ചുകൊണ്ട്, ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ നമ്മൾ പറയുന്നു, ഇത്ര ശതമാനം ഗ്രോത്ത് ഉണ്ടായി. അതെങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു 2011-12 അല്ല, അത് മാറി, അതിനുശേഷം 15-16 എന്തോ അങ്ങനെ എന്തോ ഉള്ളു ഒരു ബേസ് ഇയർ. അപ്പോൾ ആ ഒരു ബേസ് ഇയർ വെച്ചുകൊണ്ട്, ആ ബേസ് ഇയറിൽ നിന്ന് എത്രമാത്രം രാജ്യം ഇപ്പോൾ ഗ്രോ ചെയ്തു, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അങ്ങനെ ബേസ് ഇയർ പ്രൈസിലുള്ള വാല്യൂ ആണ് നമ്മൾ മണി വാല്യൂ എന്നും റിയൽ വാല്യൂ എന്നും. നോമിനൽ വാല്യൂ കറണ്ട് പ്രൈസിലുള്ള വാല്യൂ ആണ് അതിനെ നോമിനൽ വാല്യൂ എന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ നോമിനൽ വാല്യൂ ഇൻ ടു റിയൽ വാല്യൂ ഇസ് നോൺ ആസ് ഡിഫ്ലേറ്റ് ചെയ്യാന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതിനെ നോമിനൽ വാല്യൂവിനെ റിയൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഡിഫ്ലേറ്റിംഗ് എന്ന് പറയും. Then next one is ex ante and ex post variables. Ex ante and ex post are two Latin terms measuring beforehand afterwards. This term was introduced by the famous economist Gunnar Myrdal. അദ്ദേഹമാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ex ante means planned or desired or expected. For example, the planned saving, planned investment, planned income, planned production, consumption, etc. Ex post means the variables that are realized or observed
ആക്ച്വൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം എക്സാൻറ്റെ ആൻഡ് എക്സ്പോസ്ഡ്. എക്സാൻറ്റെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്റിൻ അതിന്റെ വാക്ക് മീനിങ് തന്നെ ബിഫോർ ഹാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റഡ് വേരിയബിൾസ്. എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഓൾറെഡി ഹാപ്പൻഡ്, ദാറ്റ് ഈസ് പാസ്റ്റ്. എക്സാൻറ്റെ ഈസ് ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പോസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. ഇതാണ് അവ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. എക്സാൻറ്റെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ. എക്സ്പോസ്ഡ് എന്ന് പറയും വിച്ച് ആർ ഓൾറെഡി ഹാപ്പൻഡ്. അപ്പം നമ്മൾ പ്ലാൻഡ് സേവിങ്, അപ്പം നമ്മൾ എത്ര രൂപയാണ് ഈ വർഷം സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസൈർഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എക്സാൻറ്റെ കൺസെപ്റ്റാണ്. എക്സ്പോസ്ഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഹാപ്പൻ, വി ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച് എമൗണ്ട്, വി ഹാവ് ഓൾറെഡി സേവ്ഡ് സോ മച്ച് എമൗണ്ട്. ഇറ്റ് ഈസ് എ റിയലൈസ്ഡ് കൺസെപ്റ്റ് ഓർ ഒബ്സർവ്ഡ് കൺസെപ്റ്റ്. അത് ഓൾറെഡി ഹാപ്പൻഡ് ആണ്, പാസ്റ്റ് ഇതിലാണ്, ഓൾറെഡി നടന്നാണ്. എക്സാൻറ്റെ ആൻഡ് എക്സ്പോസ്ഡ് നമ്മൾ പലപ്പോഴും പറയും പ്ലാൻഡ് സേവിങ് ഈസ് ഈക്വൽ ടു പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എക്സ്പെക്ടഡ് സേവിങ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി എക്സ്പോസ്ഡ് സേവിങ് ഈസ് ഈക്വൽ ടു എക്സ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഹാപ്പൻഡ് ആണ്. നമ്മുടെ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആയിട്ട്. അപ്പൊ അങ്ങനെ രണ്ട് ടേംസ് ആണ് നമ്മൾ ഇതിൽ എക്സാൻറ്റെ ആൻഡ് എക്സ്പോസ്ഡ് എന്നുകൊണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് like various different variables used in macroeconomics. So ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് macroeconomic models and also different variables used in macroeconomics like dependent, independent, then exogenous and endogenous, then real and nominal variables, stock and flow variables, ex-ante and ex-post variables. Okay. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് നോട്ട് ഡൗൺ ആൻഡ് വിൽ ഹാവ് ഡിസ്കഷൻ വെൻ വി കം ഫോർ എ ലൈവ് ക്ലാസ്. താങ്ക് യു.